സഭയുടെ 2000 വർഷത്തെ ചരിത്രത്തിൽ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആദ്യമേ തന്നെ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന സെന്റ് പീറ്റേഴ്സ് ചരിത്രത്തിൽ തടിച്ചുകൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, പീസ് ബി വിത്ത് യു ഓൾ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ദിസ് ഇസ് ദി ഫസ്റ്റ് ഗ്രീറ്റിംഗ്സ് ഓഫ് ദി റിസറക്റ്റഡ് ക്രൈസ്റ്റ്, ദ ഗുഡ് ഷെപ്പേർഡ് ഹു ഹാസ് ഗിവൺ അപ്പ് ഹിസ് ലൈഫ് ഫോർ ഗോഡ്. അതിനുശേഷം ആൻഡ് ഐ ഷുഡ് ഓൾസോ ലൈക്ക് ദിസ് ഗ്രീറ്റിംഗ് ഓഫ് പീസ് ടു എൻ്റർ അവർ ഹാർട്ട്സ് ആൻഡ് അവർ ഫാമിലീസ്. ഒപ്പം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖം വളരെയധികം ഒരു ഹാപ്പി നിറഞ്ഞ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു മുഖഭാവമായിരുന്നു അദ്ദേഹത്തിനുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ മുഖഭാവം ശരിക്കും നമ്മൾ വീക്ഷിക്കുമ്പോൾ. ഒപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര് അദ്ദേഹം പലതവണ അദ്ദേഹം ഉച്ചരിക്കുകയുണ്ടായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു പരമാചാര്യ കാലഘട്ടത്തിന് അദ്ദേഹം നന്ദി പറയുകയുണ്ടായി. അദ്ദേഹം അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലെഗസി നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകണം എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നു. പിന്നീട് അദ്ദേഹം ഉർബി എത്ത് ഓർബി ആശീർവാദമൊക്കെ നൽകുകയുണ്ടായി. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹ കാർഡിനൽസിന് അദ്ദേഹം നന്ദി പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ആ ഒരു വാചകം ഞാൻ ഇംഗ്ലീഷിൽ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഐ ഷുഡ് ഓൾസോ ലൈക്ക് ടു താങ്ക് ഓൾ മൈ കാർഡിനൽ ബ്രദറൻ ഹു ഹാവ് chosen me to be the successor of Peter and to work with you as a united church, always seeking peace and justice, seeking to work with men and women who are faithful to Jesus Christ without fear, to proclaim gospel, to be missionaries. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മിഷണറി ഒരു കാർഡിനലാണ്, പ്രത്യേകിച്ച് പെറു കേന്ദ്രീകരിച്ച് ഒരു മിഷണറി കാർഡിനൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു ആവശ്യകതയെപ്പറ്റി, ഭയം കൂടാതെ സുവിശേഷം പ്രഘോഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെപ്പറ്റി, ഒരു മിഷണറീസ് ആയിട്ട് ജീവിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെപ്പറ്റി അദ്ദേഹം തീർച്ചയായിട്ടും പങ്കുവയ്ക്കുകയുണ്ടായി.